ഇന്ന് ഞാനുണ്ടല്ലോ നല്ലൊരു മസാല ദോശ, അതേപോലെ തന്നെ നെയ് റോസ്റ്റ്, മസാലക്കറിയും അതേപോലെ തക്കാളി ചമ്മന്തിയും നാളികേര ചട്നിയും. കണ്ടോ, അടിപൊളി മസാല ദോശയാണ് കേട്ടോ. കണ്ടോ നമ്മുടെ മാവ് നന്നായിട്ട് വേറി ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള റൗണ്ടിലും വലുപ്പത്തിലും ഒക്കെ നമുക്ക്. ഞാൻ സ്മിത. അപ്പം നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? ആയോട്ടാ. അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വറുത്ത അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള മസാല ദോശയായിട്ട് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 3/4 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ അതിലേക്ക് ഇതാ 1 ടീസ്പൂണ് ഉലുവയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇതേപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2 മണിക്കൂർ നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒലിവ് ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കിയേ, 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കിയാൽ നമ്മുടെ ഉഴുന്നും ഒലിവിത ഇതേപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇതേപോലെ നമ്മൾ നോക്കിയേ മാവ് ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ നമ്മൾ 3/4 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തത്. അപ്പോൾ 3/4 ഗ്ലാസ് ഉഴുന്നിലേക്ക് നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടി, ഏത് പാത്രം കൊണ്ടാണോ നമ്മൾ ഉഴുന്നെടുത്തോണേ അതേ സെയിം ഗ്ലാസ് കൊണ്ട് തന്നെ അരിപ്പൊടിയും കൂടി എടുക്കുക കേട്ടോ. അതായത് 2 ഗ്ലാസ്, അതായത് 3/4 ഗ്ലാസ് ഉഴുന്നിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടി കേട്ടോ. ഇനി നമുക്ക് ഞാൻ എടുത്തിട്ടുള്ള അരിപ്പൊടിയിലേക്ക് നമുക്ക് ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടീനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം കട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ അരിപ്പൊടിയിൽ വെള്ളം ഒഴിക്കണം. കുറേശ്ശെ വെള്ളമായിട്ട് ഒഴിക്കുക. അപ്പോൾ ഇത്ര ഗ്ലാസ് വെള്ളം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഓരോ പൊടിയുടെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതാ കട്ടിയില്ലാണ്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇതേപോലെ നമ്മളിതാ കട്ടൊന്നും ഇല്ലാണ്ട് അരിപ്പൊടീനെ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ അടിച്ചു കൊണ്ടത് നമ്മുടെ ഉഴുന്നുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയെടുക്കാം. നമുക്ക് ഇനി ഉണ്ടല്ലോ കൈകൊണ്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. കാരണം നമ്മുടെ കൈകൊണ്ട് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മാത്രമാണ് എന്താ പറയുക, ആ ഒരു പതഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ജാറിൽ കിടന്ന് അടിയണ പോലെ വരും. അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ ആക്കണമെന്ന് പറയുന്നത്. കണ്ടോ, കൈ കൊണ്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ പതഞ്ഞ് വരുന്നേ, ഇതേപോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മളിങ്ങനെ ആക്കി വയ്ക്കുക. കണ്ടോ, ദോശമാവിൻ്റെ ഒരു അളവ് ഇതേപോലെ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മാവുണ്ടല്ലോ 8 മണിക്കൂർ വേണം കേട്ടോ വീറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ് നമ്മൾ തയ്യാറാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അത് ഇങ്ങനെ അടിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 8 മണിക്കൂർ കഴിയട്ടെ, നമ്മുടെ മാവ് വീറി വരട്ടെ. ഇപ്പം നമ്മൾ ഈ മാവ് ഇങ്ങനെ കൂട്ടി വെച്ചല്ലോ, ഇതേപോലെ തന്നെ ഞാൻ തലേദിവസം ആക്കി വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ കണ്ടോ, ഇതേപോലെ വീറി നന്നായി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് പൂവാവോന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഒപ്പത്തിനൊന്ന് കിട്ടി. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് വീറി വരും കേട്ടോ ഈ ഒരു അളവിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നോക്കിയേ, കണ്ടോ നമ്മുടെ മാവ് നന്നായിട്ട് വീറി ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വീറി വരും. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കണില്ലേ, അതായത് മസാല ദോശ ഉണ്ടാക്കണില്ലേ, ഇതിലേക്ക് നമുക്ക് കറികളൊക്കെ റെഡിയാക്കണം. അതൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ഈ മസാല ദോശയ്ക്കുള്ള മസാലക്കറിയാണ് ഉണ്ടാക്കണേ. അപ്പം ഞാനിതാ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു 4 ഉരുളൻകിഴങ്ങ് കണ്ടെടുത്ത് നോക്കണേ. ഇതേപോലെ വലിപ്പമുള്ള കണ്ടോ, ഇതേപോലത്തെ കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് നുറുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു 3 സബോള കണ്ടോ, ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ നുറുക്കി വെക്കണത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് ഇത്തിരി പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്, അത് അതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ ഇഞ്ചിക്ക് വലിയ പ്രാധാന്യമില്ല, എന്നാലും എന്താ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി കുരുകുരുന്നനെ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്കിതാ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. ഉപ്പ് നമുക്ക് ഇത്ര അളവൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ എടുക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ ഉരുളൻകിഴങ്ങ് സബോളയ്ക്ക്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിപ്പ ചെറുപ്പൊക്കെ വരുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഉപ്പൊക്കെ നമ്മൾ ഒരു ഉദ്ദേശം വെച്ചിട്ട് കൊടുക്കുക. പിന്നീട് നമുക്കിത് വെന്തതിനൊക്കെ ശേഷം ഉപ്പ് കുറവാണെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാമല്ലോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഉരുളൻകിഴങ്ങും സബോളയ്ക്ക് വേവണല്ലോ. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മളിത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ട ഇതേപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 വിസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് തീ കത്തിക്കാം. അപ്പോൾ ഉണ്ടല്ലോ ഒരു 2 വിസിൽ വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ചട്നി റെഡിയാക്കണം, അതേപോലെ തന്നെ ഒരു തക്കാളി ചമ്മന്തി റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിസിൽ വന്ന് വേവുമ്പോഴേക്കും നമുക്ക് ആ 2 കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളിതാ നാളികേര ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തേങ്ങ, അതായത് ഒരു അരമുറി നാളികേരം നമ്മൾ ചെരുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ഇത്തിരി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ചുവന്നുള്ളി, പിന്നെ ഇത്രയും പോകുന്നൊരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടി നമുക്ക് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നോക്കി നമ്മൾ നാളികേരം ഇതേപോലെയാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നല്ല കട്ടി വേണമെങ്കിൽ ഇത്തിരി വെള്ളം കുറവ് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ കുക്കർ 2 വിസിൽ വന്നു കേട്ടോ. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ നാളികേര ചട്നി എന്താ പറയുക, നല്ല കട്ടി വേണമെങ്കിൽ ഇത്തിരി വെള്ളം കുറവിലൊക്കെ ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയിലിരിക്കും. അപ്പോൾ ഞാനിത് ഈ ഒരു അടവിലാണ് നമ്മുടെ ഈ നാളികേര ചട്നിയിലേക്കുള്ളത് റെഡി ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളും കൂടി ഉപ്പിട്ട് കൊടുക്കട്ടെ. ഇങ്ങനെ ഇളക്കി വയ്ക്കി നോക്കി ഈ സമയത്ത് ഒന്ന് നാവിൽ വെച്ച് നോക്കുക, ഉപ്പ് പാകമാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ചട്നി റെഡി എന്ന് പറയാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താളിക്കാൻ വേണ്ടി കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 വറ്റമുളക് നടുമുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നേരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ ചട്നി റെഡി ആയിട്ടാ. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചമ്മന്തിയും കൂടി അരച്ചെടുക്കാം കേട്ടോ. തക്കാളി ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടി ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി ഒന്ന് നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ തക്കാളി മുങ്ങി കിടക്കാവുന്ന രീതിയിൽ അത്രയും വെള്ളം ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് നമ്മുടെ തക്കാളിയുടെ എന്നിട്ട് അതിൽ നിന്ന് മാറ്റാണ്. കണ്ടോ, ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സമയം കഴിഞ്ഞ് നമുക്കിതാ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതാ തക്കാളി ചമ്മന്തിയിലേക്ക് ഇത്തിരി സബോള ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ തീ കത്തിച്ച് ഒരു ഇത്തിരി വെള്ളം, അധികം വെളിച്ചെണ്ണയ്ക്കൊന്നും അധികം പ്രാധാന്യമില്ല. നമ്മൾ വാട്ടണ ആ സബോളയ്ക്ക് വേണ്ടിയിട്ടുള്ളത് 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സബോളയാണ് നമ്മളിതാ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു സബോള തന്നെയായിരുന്നു കേട്ടോ. നമുക്കിട്ട് കൊടുക്കാം. നമ്മുടെ ഈ സബോളയുടെ ആ ഒരു പച്ച ചുവയുണ്ടല്ലോ, അത് പോണ വരെ ആട്ടോ നമ്മൾ ഇതാക്കിയെടുക്കണ്ടോ. അങ്ങനെ അപ്പോൾ നോക്കി നമ്മൾ സബോളയൊക്കെ ഇട്ടിട്ട് സബോളയിലത്തെ ആ ഒരു പച്ച ചുവ പോയി കഴിഞ്ഞു. അത് നമുക്കറിയാൻ പറ്റും കേട്ടോ. സബോള ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം വരികണ ഒരു സൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. മുളക് പൊടി കുറേ ചൂടാവേ കരി ഒന്നും പാടില്ല. അപ്പോൾ അതായത് ഇത്രയ്ക്കുള്ളൂ കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇപ്പം തന്നെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ.
കാരണം മുളക് പൊടിയുടെ കളർ പോലും മാറാൻ പാടില്ല, ആ ഒരു കളർ തന്നെ നിൽക്കണം നമ്മുടെ. ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളിയുടെ ഈ തൊലി പൊളിച്ച് കളയാം. എന്താ ഇതേപോലെ പൊളിച്ച് നീക്കാം കേട്ടോ. ഇതേപോലെ തോട് മാറ്റി കൊടുക്കണം. ഇനി നമുക്കിത് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക്. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല വെണ്ണ പോലെ അടിയണ്ട, അത് ഞാൻ അടിച്ച് കൊണ്ടുവരുമ്പോൾ കാട്ടിത്തരാം ഏത് രൂപത്തിലാണ് അടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നോക്കിയേ, കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ അടിച്ചെടുത്ത് നോക്കണേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചട്നിയിൽ നമ്മൾ പുളി ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു പുളിയുള്ള ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാട്ടോ, അത് നല്ല ഒരു പ്രത്യേക രസമൊക്കെയാണ്. അപ്പോൾ നമ്മളിത് അടിക്കണ സമയത്ത് തക്കാളിയുടെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് ആണല്ലോ നമ്മൾ കൊണ്ടുപോയത്. ജാറിലിടുന്ന സമയത്ത് അതൊരു 4 കഷ്ണം പീസുകളാക്കിയിട്ട് ജാറിലിട്ട് അടിച്ചോളോട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് തെറിച്ച് പോവും. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി താളിക്കൊന്നുമില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഇനി നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടാവും, നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ കണ്ടോ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം, ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമുക്കറിയാം മസാല കറി ഇത്തിരി കട്ടിയുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് സബോളയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതേപോലെ എല്ലാ കഷ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലുകൊണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. കൂടുതൽ ഇങ്ങനെ വെണ്ണ പോലെ അമർത്തൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് സബോളയും ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ മസാല കറി റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് തീ കത്തിച്ച് നമ്മളിതാ ഒരു കടായി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. കടായി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇതാ നമ്മുടെ കടായി ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ നെയ്യാണ് ഇട്ട് ഒഴിച്ച് കൊടുക്കണേ. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ പിന്നെ ഇതാ ഒരു പച്ചമുളക് ഇതേപോലെ അരിഞ്ഞതുണ്ട്. പിന്നെ ഇതാ 2 സബോള കണ്ടോ, ഈ ഒരു രീതിയിലാട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. സബോളയിലത്തെ ആ ഒരു പച്ച കുത്ത്, നമ്മൾ സബോള കടിക്കുമ്പോൾ ആ ഒരു കടിക്കുന്ന ഒരു ഇതില്ലേ, അത് പോകണം. അത്ര ആവാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ വാടി വരരുത്. അപ്പോൾ ഇതാ സബോളയ്ക്ക് ഇട്ട് നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു മധുര രസമാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുക കേട്ടോ. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് സബോളയിലത്തെ ഈ സമയത്ത് നമ്മുടെ കുക്കറിലത്തെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് നോക്കി അതിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നമ്മുടെ സബോളയൊക്കെ എല്ലായിടത്തേക്കും ആവണ പോലെ. ഇനി നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അതായത് ഇതാ 2 നുള്ളി ഗരം മസാല പൊടിച്ചത് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു മസാല കറിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ഇത്. നന്നായിട്ട് ആ മസാലയ്ക്ക് എല്ലായിടത്തേക്കും ആവണ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രേ വേണ്ടോ. അപ്പോൾ നമ്മുടെ മസാല കറി റെഡിയായി. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം കൂടുതലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വേവിച്ച് വരുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പം വെച്ച് അപ്പോൾ ഒന്ന് വറ്റിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഈ സവാളയ്ക്കും കൂടി റെഡിയാക്കിയാലോ ആ സമയത്ത് ഇട്ടാൽ മതി കേട്ടോ. അതായത് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് തന്നെ വറ്റിക്കണം കേട്ടോ. അപ്പോൾ ഇതാ മസാല കറി റെഡിയായി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ദോശമാവ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാക്കിയേ ഒന്നും കൂടി ഇരുന്ന് വീറിക്കൊണ്ടിരിക്കട്ടാ ഉണ്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാവ് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക, നമുക്ക് ഉണ്ടാക്കാനൊക്കെ എളുപ്പത്തിന് കേട്ടാ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാട്ടെ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല.
നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതാ കണ്ടോ ഈ ഒരു അഴവാണ്. അപ്പോൾ നമുക്കൊരു തരിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരയ്ക്കാം കേട്ടോ. അധികം വേണ്ട, കുറച്ച്. കൂടിപ്പോയി കഴിഞ്ഞാൽ ദോശ നന്നാവില്ല. പിന്നെ ഈ സമയത്ത് നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഒരു നുള്ളുപ്പ് മതി കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതാണ് ഒരു അരവ് കണ്ട. മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ തീ കത്തിക്കാം. തീ കത്തിച്ച് നമ്മുടെ ദോശപ്പാൻ ഇതാ അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇതാ നമ്മുടെ ദോശപ്പാൻ ചൂടായി വന്നു. അതിലേക്ക് നമുക്കിതാ ഒഴിച്ചു കൊടുക്കാം. മസാല ദോശ ആകുമ്പോൾ ഇത്തിരി വലുപ്പത്തിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുക. ഇതാ മാവ് ഒഴിച്ച് കൊടുത്ത് ഇതാ ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള റൗണ്ടിലും വലുപ്പത്തിലും ഒക്കെ നമുക്ക് മസാല ദോശ ആക്കിയെടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം കേട്ടോ. ഈ അരിവസ്തും ഒക്കെ ആയിട്ട് നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നോക്കിയേ മസാലയൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഈ അരിവശമൊക്കെ ഇങ്ങനെ വിട്ടു തുടങ്ങി. ഇത് കണ്ടോ നല്ല മുരിഞ്ഞ് മറച്ചിടില്ല കേട്ടോ നമ്മൾ മസാല ദോശ. ഇതേപോലെ 4 സൈഡും ഇതാ ഇങ്ങനെ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ മസാലക്കറി ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലക്കറി ഇതായിട്ട് കണ്ടോ. പ്ലേറ്റ് എടുത്ത് നമ്മുടെ മസാലേനതാ ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ട് അതിൻ്റെ എല്ലാം ഒന്ന് നീങ്ങിപ്പോയതാണ് കണ്ടോ. ഇത്രയേ ഉള്ളൂ മസാല ദോശ ഉണ്ടാക്കാൻ. കണ്ടോ നല്ല മുരിഞ്ഞ നല്ല മസാല ദോശയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കായാലും ഇതേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കൊരു നെയ് റോസ്റ്റ് കൂടി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പാത്രം ഇത്തിരി ചൂട് തീ കുറച്ച് വയ്ക്കുക കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ മാവ് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉരുണ്ട് പിടിക്കും. കാരണം നമ്മൾ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നെയ്യൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് നെയ്യ് പോണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് തീ ഒന്ന് കുറഞ്ഞ് ഈ പാത്രത്തിൻ്റെ ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുള്ളൂ കേട്ടോ. ഇതാ നല്ല ചൂടോടെ ഒഴിച്ച് കൊടുത്ത് ഈ മാവ് അങ്ങനെ തന്നെ കട്ട പിടിക്കുകയെ. എന്നിട്ട് പൊന്ന് മസാലയ്ക്ക് ആക്കിയ പോലെ തന്നെ ഇതാ കനം കുറച്ച് അതിനോട് പരത്തി കൊടുക്കാം. ഒന്ന് വലിയട്ടെ. നെയ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും നമ്മുടെ മസാല ദോശ ഉണ്ടാക്കിയ പോലെ തന്നെ ദോശമാവ് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആയി വന്നു കണ്ട് വെലിഞ്ഞ് വന്നു. ഈ സമയത്ത് നമ്മൾ നെയ്യ് നന്നായിട്ട് വേണം. നമ്മൾ നെയ്യ് ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് ഒഴിച്ച് കൊടുക്കുക ചെയ്യുക കേട്ടോ. നെയ് റോസ്റ്റിനെ വേപ്പിൾ നന്നായിട്ട് ഒഴിക്കണം. ഈ അരിവശത്തേക്കൊക്കെ ആയിക്കോട്ടെ. നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യ് നന്നായിട്ട് ഉണ്ടാവണം. നെയ് റോസ്റ്റിലുണ്ടോ നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോൾ കണ്ടോ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇരിക്കും നെയ്യ്. അപ്പോൾ ഇതാ നമ്മുടെ നെയ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങനെ എടുക്കാം, ഉരുട്ടിയെടുക്കാം കേട്ടോ. കണ്ടോ നെയ് റോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു ഓട്ടയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നെയ് റോസ്റ്റ് റെഡി. ഇതാ മസാല ദോശ റെഡി. നെയ് റോസ്റ്റ് മസാല ദോശയ്ക്ക് നമുക്ക് ദോശയുടെ പോലെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല. ഉണ്ടാക്കുന്ന സമയത്ത് അല്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് അപ്പാപ്പം ഉണ്ടാക്കി കഴിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായറ്റിനെ വിളിച്ചിട്ട് വരട്ടെ. ഒരു കട്ടൻ ചായ വെച്ചുട്ടാ.
ഞാൻ നെയ്റോസ്റ്റ് എവിടെ ഇരിക്കുന്നുണ്ട്. ഷായേട്ടിന് കൊടുക്കുന്നത് മസാല ദോശയാണ്. ചട്നിയിൽ ഇത്തിരി ചാറുള്ളതാണേ, ചമ്മന്തി ചട്നിക്ക് ഒരേപോലെ ആയി. ഞാനൊന്ന് കഴിക്കട്ടത്. ഞാനേ മസാല കൂട്ടിയിട്ട് ആദ്യം കഴിക്കട്ടെ. അടിപൊളി മസാലയാ, അടിപൊളി മസാല തന്നെ ചേട്ടാ. ഇനി നമ്മുടെ ഈ തക്കാളി ചമ്മന്തി ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി ശരിക്കും കഴിക്കാൻ. ഈ ചട്നി വേണമെന്നില്ല, പക്ഷെ ഇത് അതിനും സൂപ്പറാ. ഒക്കെ അടിപൊളിയാണ്. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേ സ്മിത നോക്കിയിരിക്കുക അങ്ങനെ. സൂപ്പറല്ലേ? അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കിയോളാം. അത്ര എളുപ്പമുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാ. അത്ര രസമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മസാല ദോശ ചേട്ടാ. അപ്പം നിർത്തല്ലേ? അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കേട്ടാ.